അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് വഇന്നൽ ഉലമാ വറസത്തുൽ അംബിയാ നിശ്ചയമായും ഉലമാക്കള് അറിവുള്ളവര് അമ്പിയാക്കളുടെ നബിമാരുടെ അനന്തരാവകാശികളാണ്. പ്രിയമുള്ളവരെ, അന്ധകാര നിഗൂഢമായ ജനഹൃദയങ്ങളിലെ പ്രകാശത്തിന്റെ വെള്ളി വെളിച്ചം പകരാൻ ആളുകളെ ജനങ്ങളെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം കടന്നു വന്നവരല്ലയോ നബിമാര്. അവർ നമുക്ക് നൽകിയ ഇൽമുകളുണ്ടല്ലോ, ആത്മീയ വിജ്ഞാനമുണ്ടല്ലോ. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വഴിപ്പെടണമെന്നും ഈ കാണുന്ന പ്രപഞ്ചമകലവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ സൃഷ്ടാവായ അധീയനായ അല്ലാഹുവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടതെന്ന് തുടങ്ങി ഒരു മനുഷ്യന്റെ ജനനം മുതൽ അവന്റെ മരണം വരെയുള്ള സകല മേഖലകളിലും നമ്മെ പഠിപ്പിച്ചു പോയ നബിമാരുണ്ടല്ലോ. ആ നബിമാരുടെ അനന്തര അവകാശികളാണ് ഉലമാക്കള്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാകുമോ, സമമാകുമോ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. ഒരിക്കലുമില്ല, സമമാവുകയില്ല. ഇന്നമാ യതദക്കറുൽ അൽബാബ്. ബുദ്ധിയുള്ളവർ മാത്രമാണ്, ബുദ്ധിമാന്മാർ മാത്രമേ ആലോചിച്ച് മനസ്സിലാക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ. പ്രിയമുള്ളവരെ, ഉലമാക്കള് ദീനിന്റെ പ്രകാശമാണ്. പണ്ഡിതന്മാരെ ഇൽമു കൊണ്ട് പ്രകാശിക്കുന്നവരാണ്. വന്നുജൂമു സീനത്തുൽ ലിസ്സമാ. ആകാശത്തിന്റെ അലങ്കാരമാണ് നക്ഷത്രങ്ങള്. പാതിരാവിലെ വാനലോകത്ത് മിന്നിത്തിളങ്ങുന്ന താരാപഥങ്ങൾ എന്തൊരു അലങ്കാരമാണ്. കദാലികൽ ഉലമാഉ സീനത്തുൽ അർളി. അതുപോലെ തന്നെ അപ്രകാരം തന്നെ ഭൂമിയിലെ ഉലമാക്കൾ എന്തൊരു അലങ്കാരമാണ്. ഭൂമിയുടെ അലങ്കാരമാണ് ഉലമാക്കള്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ആലിമിന്റെ ശ്രേഷ്ഠതയുണ്ടല്ലോ. ഇന്ന ഫളൽ ആലിമി അലൽ ആബിദി. അറിവില്ലാതെ ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യനേക്കാൾ ഒരു ആലിമിന്റെ ശ്രേഷ്ഠതയുണ്ടല്ലോ. കഫളിൽ ഖമരി ലൈലത്തുൽ ബദ്രി അലാ സായിരിൽ കവാകിബ്. വാനലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളുണ്ടല്ലോ, ആ നക്ഷത്രങ്ങളെക്കാൾ പൂർണ്ണമായി വട്ടമിട്ട് നിൽക്കുന്ന ചന്ദ്രൻ എത്രയോ ശ്രേഷ്ഠമാണ്. അതുപോലെയാണ് ആബിദിനേക്കാൾ ആലിമിനുള്ള ശ്രേഷ്ഠതയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇൽമു പറഞ്ഞു തരുന്ന, ദീൻ പഠിപ്പിക്കുന്ന അല്ലാഹുവിന്റെ ആരിഫീങ്ങളായ ഉലമാക്കളുണ്ടല്ലോ. അൽ ആലിമു ബഅദ വഫാത്തിഹി മയ്യിത്തുൻ. അവരുടെ വഫാത്തിന് ശേഷം ഒരു മയ്യിത്താണെങ്കിലും വഹുവ ഹയ്യുൻ ബൈനന്നാസ്. ജനങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ അവരെ സ്മരിക്കപ്പെടുകയാണ്. അവര് ജീവിച്ചിരിക്കുന്നവരാണ്. വൽ ജാഹിലു ഫീ ഹയാതിഹി ഹയ്യുൻ. ജാഹിലായ അറിവില്ലാത്ത ജാഹിലീങ്ങളായ ആളുകളാകട്ടെ, അവര് ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും വഹുവ മയ്യിത്തുൻ ബൈനന്നാസ്. ജനഹൃദയങ്ങളിൽ അവർ മരിച്ചവരാണ്, സ്മരിക്കപ്പെടാത്തവരാണ്. മഹാനായ ശാഫിഈ റഹ്മഹുള്ള പഠിപ്പിക്കുകയാണ്, ഖാലൽ ഇമാമു ശാഫിഈ റഹ്മഹുല്ല. മഹാനവറുകൾ പറയുന്നു, അർബഅത്തുൻ തസീദു ഫിൽ അഖ്ലി. 4 കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്നതാണ്. തർക്കൽ ഫുലൂലി മിനൽ കലാം.
നമ്മുടെ സംസാരത്തിൽ ആവശ്യമില്ലാത്ത പാഴായ സംസാരങ്ങൾ ഒഴിവാക്കിയാൽ അസിവാക്കോ മിസ്വാക്ക് ചെയ്യല് മജാലിസത്തു സ്വാലിഹീന വ മജാലിസത്തുൽ ഉലമാ ഉലമാക്കളുടെ മജ്ലിസുകള് അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാരുടെ മജ്ലിസുകളിൽ പങ്കെടുത്താൽ നമുക്ക് ബുദ്ധി വർദ്ധിക്കാൻ കാരണമാകുമെന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇൽമിന്റെ സദസ്സുകളിൽ മജ്ലിസുകളിൽ നമ്മൾ ഒരുമിച്ച് കൂടാൻ തയ്യാറാകണം. നമ്മൾ ആ മജ്ലിസിൽ ഇരിക്കുന്ന കാലത്തോളം, മജ്ലിസിൽ പങ്കെടുക്കുന്ന കാലത്തോളം നമുക്ക് അറിവുകൾ വർദ്ധിക്കുകയാണ്. ഇബാദത്തുകളിലൂടെ ദിക്റുകളിലൂടെ റബ്ബിലേക്ക് അടുക്കാനുള്ള ഒരു പ്രചോദനം എന്ന നിലയിൽ നമുക്ക് അതിനുള്ള സബബ് കാരണമായി തീരുകയാണ്. അതുകൊണ്ട് ഉലമാക്കളുടെ മജ്ലിസുകളിൽ നമ്മൾ തയ്യാറാകണം. നമ്മൾ പങ്കെടുക്കാൻ ദുആഇന്റെ മജ്ലിസുകളിൽ, അതുപോലെ മഗ്ഫിറത്തിന്റെയും പാപമോചനത്തിന്റെയും തൗബയുടെയും മജ്ലിസുകളൊക്കെ നമ്മൾ പങ്കെടുക്കാൻ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ.